ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഏറെ നന്ദി. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ദശാകാലം, ദശാഫലം, ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അനിഴം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. അനിഴം നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിലേ ഈ 19 വർഷക്കാലം ശനിദശ പൂർണ്ണമായി വരികയുള്ളൂ. 24 മണിക്കൂറാണ് ഒരു നക്ഷത്ര ദൈർഘ്യം. നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാവർഷം കുറഞ്ഞു വരും. ആദ്യ ദശയ്ക്ക് മാത്രമാണ് ഇത് ബാധകം. തുടർന്നു വരുന്ന ദശകൾക്ക് അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്ര വർഷമാണോ അത് പൂർണ്ണമായും അനുഭവത്തിൽ വരും. ആദ്യ ദശയായ ജന്മനക്ഷത്ര ദശ ശനി എത്ര വർഷം ബാക്കിയുണ്ടെന്ന് നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. മാതൃഗർഭ ജന്മ ശിഷ്ടദശ ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസമെന്ന്. അതായിരിക്കും ആദ്യ ദശയായ ജന്മനക്ഷത്രദശ അനുഭവത്തിൽ വരിക. അനിഴം നക്ഷത്രക്കാരുടെ ആദ്യ ദശയായ ശനിദശ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. പ്രത്യേകിച്ചും ശനി ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ഇതിനെ ജന്മനക്ഷത്രാധിപദശ എന്നാണ് പറയുക. ഇക്കാലയളവിൽ മാതാപിതാക്കൾക്ക് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ സമാധാനക്കുറവ്, ധനനഷ്ടം, ശിശുവിന് പലവിധത്തിലുള്ള ബാലാരിഷ്ടതകൾ, നിർബന്ധ ബുദ്ധി, വാശി, വിദ്യാതടസ്സം, ഇടയ്ക്കിടെ അസുഖങ്ങൾ വരിക എന്നീ ബുദ്ധിമുട്ടുകളോടൊപ്പം പഠനത്തിൽ ആലസ്യം, മനസ്സിന് ഏകാഗ്രയില്ലായ്മ, കലഹശീലം, ചീത്ത കൂട്ടുകെട്ടുകൾ, വളർത്തുമൃഗങ്ങളോട് താല്പര്യം തുടങ്ങിയ ഫലങ്ങൾ അനുഭവത്തിൽ വന്നേക്കാം. 19 വയസ്സുവരെ ശനിദശ എന്ന കണക്കിലെടുത്താണ് ഇവിടെ ഫലം പറയുന്നത്. ആദ്യ നക്ഷത്രദശ ഒരുപക്ഷെ എല്ലാവർക്കും പൂർണ്ണമായി കിട്ടിയെന്ന് വരില്ല. ശനിദോഷശാന്തിക്കായി ശാസ്താവിനെ ഭജിക്കുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം, ശംഖുപുഷ്പമാല, നീലപ്പട്ടു സമർപ്പിക്കുന്നതും കുടുംബ പരദേവത പ്രീതി വരുത്തുന്നതും ശിവ അഷ്ടോത്തരിയും ഹനുമാൻ സ്വാമി അഷ്ടോത്തരിയും ജപിക്കുന്നതും വൃദ്ധജനങ്ങളെയും അഗതികളെയും പരിപാലിക്കുന്നതും ശനിദോഷത്തിന് പരിഹാരമാണ്. അനിഴം നക്ഷത്ര ജാതർക്ക് രണ്ടാമതായി വരുന്ന ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശാകാലം. ഇക്കാലത്ത് ജാതകനും കുടുംബത്തിനും ധനാഭിവൃദ്ധി കൈവരും. വിദ്യാവിജയം, യശസ്, ഭൂമിലാഭം, മനഃശാന്തി, കൗമാരത്തിൻ്റെ കളിമേളങ്ങളും യൗവനത്തിൻ്റെ ഗൂഢ അനുരാഗങ്ങളും കൊണ്ട് മനസ്സ് സന്തുഷ്ടമായിരിക്കും. എന്നാൽ ബുധൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും മൗഢ്യം എന്ന ബലഹീനത കൂടുതലായി വരുന്ന ഗ്രഹം കൂടിയാണ് ബുധൻ. ബുധൻ ശുഭഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നാൽ ശുഭനും പാപഗ്രഹങ്ങൾക്കൊപ്പം ചേർന്നാൽ പാപനുമായി തീരും. മേടം, ഇടവം, മിഥുനം, ചിങ്ങം, ധനു എന്നിൽ നിൽക്കുന്ന ബുധദശ വളരെയധികം ഗുണകരമായിരിക്കും. എന്നാൽ മകരം, കുംഭം എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ബുധദശാകാലം കഷ്ടത നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ ഉച്ചനോ ബലവാനോ ആണെങ്കിൽ ഗുണഫലങ്ങളും നീചസ്ഥനോ പാപനോ ആണെങ്കിൽ ദോഷഫലങ്ങളുമായിരിക്കും. ആയതിനാൽ അനിഴം നാളുകാർ ബുധദശ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ബുധദോഷ പരിഹാരമായി അവതാര വിഷ്ണുവിനെ ഉപാസിക്കുന്നതും ബുധ അഷ്ടോത്തരി ജപിക്കുന്നതും ബുധന് പച്ചപ്പട്ട് സമർപ്പിക്കുന്നതും അനിഴം നാളും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ദോഷപരിഹാരമാണ്. അനിഴം നക്ഷത്രക്കാരുടെ മൂന്നാമത്തെ ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. ഇതിനെ വിഭിന്ന നക്ഷത്രദശ എന്ന് പറയും. ദോഷഫലം കൂടുതലായി അനുഭവപ്പെടുന്ന കാലമായിരിക്കും. എന്നാൽ നേട്ടങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പലപ്പോഴും സ്ഥായിയായിരിക്കില്ല. വെളിച്ചത്തിൻ്റെ പിന്നാലെ നിഴലെന്നവണ്ണം ചില കഷ്ടനഷ്ടങ്ങളും കൂടി അനുഭവത്തിൽ വരും. സാമ്പത്തിക പ്രതിസന്ധി, അപ്രതീക്ഷിതമായ പരാജയം, രോഗാതി ദുരിതങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ദുരിതങ്ങളോ വേർപാടോ എന്നിവ ഉണ്ടായേക്കാം. ദോഷപരിഹാരമായി മഹാഗണപതിയെ ഭജിക്കുന്നതും ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുന്നതും നാളികേരമുടയ്ക്കുന്നതും ഗണേശ സഹസ്രനാമം ജപിക്കുന്നതും ചാമുണ്ടിയെ ഭജിക്കുന്നതും ചൊവ്വാഴ്ചയും അനിഴം നാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. അനിഴം നാളുകാരുടെ നാലാമതായി വരുന്ന ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ഇതിനെ ക്ഷേമ നക്ഷത്രദശ എന്നാണ് പറയുക. ഭൗതിക സുഖങ്ങൾ വേണ്ടുവോളം അനുഭവിക്കാനും ശരീരത്തിൻ്റെയും ഒരു പരിധിവരെ മനസ്സിൻ്റെയും തൃഷ്ണകൾ ശമിപ്പിക്കാനും വാഹനലാഭം, ദാമ്പത്യസുഖം, കീർത്തി,
ബഹുജന സമ്മതി, സാഹിത്യാദി കലകളിൽ താൽപ്പര്യം, അമൂല്യ വസ്തുക്കളുടെ സംഭരണവും എന്നിവ അനുഭവത്തിൽ വരും. ഇനി നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ പരമോച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുന്നതോടൊപ്പം പരമോച്ചം കഴിഞ്ഞ് ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്ത്രീസംഗമം മൂലം ധനനഷ്ടവും ദുഷ്പേരിനും സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ബലഹീനനാണെങ്കിൽ ദോഷഫലങ്ങളും ഉണ്ടാകും. ശുക്രദോഷ പരിഹാരമായി വെള്ളിയാഴ്ചയും അനിഴനാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും മഹാലക്ഷ്മിയെ ഭജിക്കുന്നതും നിർധനരായ പെൺകുട്ടികളെ വിവാഹം നടത്തിക്കൊടുക്കുന്നതിനും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും ധനസഹായം കൊടുത്തു സഹായിക്കുന്നതും ശുക്രദശയിലുള്ള ദോഷങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. അനിഴ നക്ഷത്രജാതരുടെ 5ാമതായി വരുന്ന ദശ ആദിത്യദശയാണ്. 6 വർഷക്കാലമാണ് ആദിത്യദശ. ഇതിനെ പ്രത്യര നക്ഷത്രദശ എന്നാണ് പറയുക. ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന സമയമാണ്. സന്താനങ്ങളെ ചൊല്ലി ആകുലത, പിതാവിന് ദുരിതങ്ങൾ, മേലുദ്യോഗസ്ഥരുമായ അധികാരികളുമായ സ്വരച്ചേർച്ചയില്ലായ്മ, മാനസിക സംഘർഷം, മനസ്സിനും ശരീരത്തിനും ഒരു വല്ലാത്ത അവസ്ഥ. ആദിത്യദശയിൽ അലയാത്തവരില്ല, ശുക്രദശയിൽ സുഖിക്കാത്തവരില്ല എന്നൊരു ചൊല്ല് ഇവിടെ അനർത്ഥമാണ്. ദോഷപരിഹാരമായി സൂര്യഗായത്രിയും ആദിത്യ ഹൃദയമന്ത്രവും അഷ്ടോത്തരിയും ജപിക്കുന്നതും ശിവഭജനവും ശിവക്ഷേത്ര ദർശനം നടത്തി ധാരയും കൂവളമാല ചാർത്തുന്നതും ഞായറാഴ്ചയും അനിഴനാളും ചേർന്ന് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഫലപ്രദമാണ്. അനിഴ നക്ഷത്രജാതരുടെ 6ാമതായി വരുന്ന ദശ ചന്ദ്രദശയാണ്. 10 വർഷക്കാലമാണ് ചന്ദ്രദശ. ഇതിനെ സാധക നക്ഷത്രദശ എന്നാണ് പറയുക. വളരെയധികം നേട്ടങ്ങൾ കൈവരുന്ന ഒരു കാലമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരും. സ്ത്രീകളെ കൊണ്ട് ഗുണാനുഭവങ്ങളുണ്ടാവും. ഗ്രഹത്തിൽ വിവാഹം മുതലായ മംഗളകർമ്മങ്ങൾ നടക്കും. ബന്ധുജനപ്രീതി, മാതാവ് മൂലം ധനലാഭം, കീർത്തി എന്നിവ കൈവരും. എന്നിരുന്നാലും ചന്ദ്രൻ വൃത്തിക്ഷയങ്ങളുള്ള ഗ്രഹമായതിനാൽ ഗുണദോഷഫലങ്ങൾ മാറി മാറി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ദോഷപരിഹാരമായി കറുത്ത പക്ഷത്തിൽ ജനിച്ച അനിഴനാളുകാർ ഭദ്രകാളിയെയും വെളുത്ത പക്ഷത്തിൽ ജനിച്ച അനിഴനാളുകാർ ദുർഗാദേവിയെയും ഭജിക്കുന്നതും സഹസ്രനാമ പാരായണം ചെയ്യുന്നതും തിങ്കളാഴ്ചയും അനിഴനാളും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമം. അനിഴനാളുകാരുടെ 7ാമത്തെ ദശ ചൊവ്വാദശയാണ്. 7 വർഷക്കാലമാണ് ചൊവ്വാദശ. ഇതിനെ വധനക്ഷത്രദശ എന്നാണ് പറയുക. ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും. ഭാര്യാപുത്രാദികളോട് വിരോധം, പിതാവിനോടും സഹോദരങ്ങളോടും ഗുരുജനങ്ങളോടും വെറുപ്പ്, കളത്ര സംബന്ധമായ ക്ലേശങ്ങൾ, പിത്തസംബന്ധമായ അസുഖങ്ങൾ, മനസ്സിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നഷ്ടങ്ങൾ എന്നിവ അനുഭവപ്പെടും. എന്നാൽ ഇക്കാലത്ത് 7ര ശനി, കണ്ടകശനി, അഷ്ടമ വ്യാഴം മുതലായ ഗ്രഹപ്പിഴകൾ കൂടി ഉള്ള സമയമാണെങ്കിൽ ഫലദോഷങ്ങൾ ഇരട്ടിയായിരിക്കും. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമി, ഭദ്രകാളി ഇവരെ ഭജിക്കുന്നതും സ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യവും ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ചയും അനിഴനാളും ചേർന്ന് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമം. അനിഴ നക്ഷത്രക്കാരുടെ 8ാമത്തെ ദശ രാഹുർദശയും ഇതിനെ മൈത്ര നക്ഷത്രദശയെന്നും 9ാമത്തെ ദശ വ്യാഴദശയും ഇതിനെ പരമം മൈത്രദശയെന്നും പറയും. ഈ 2 ദശകളും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഇക്കാലയളവിൽ ജാതകന് ശരാശരി 70 വയസ്സിന് മേൽ പ്രായമെത്തിയിരിക്കും. പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും പരിമിതികളും കണക്കിലെടുക്കുമ്പോൾ ഈ ദശകളുടെ ഫലത്തെക്കുറിച്ച് പറയുന്നതിൽ വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നില്ല. അതിനാൽ ഈശ്വരഭജനവും സഹസ്രനാമ പാരായണവും ഭാഗവത പാരായണവും ഒക്കെയായി കുടുംബാംഗങ്ങളോട് സ്നേഹവാത്സങ്ങളോടെ പെരുമാറി മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം. അനിഴ നക്ഷത്രജാതരുടെ ദശാകാലവും ദശാഫലവും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ നക്ഷത്രവശാലുള്ള ഓരോ ദശകളും ദശാകാലവും ദശാഫലങ്ങളും ദശാദോഷ പരിഹാരങ്ങളും മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ ജീവിതം സന്തോഷകരവും ധന്യവുമാക്കി തീർക്കാൻ നമുക്ക് കഴിയും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.